സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരെ പിന്തുണച്ച് ബി.ജെ.പി. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. അതിനിടെ തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. നേരത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. ഇന്ന് ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. തുടർന്ന് പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അക്ഷയ ചേരുന്നു. അക്ഷയ, എപ്പോഴത്തേക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക? അങ്ങനെ ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടോ? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ തന്ത്രി എത്തിയ സമയത്ത് അദ്ദേഹം നടന്നിട്ടാണ് കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിച്ചത്. പ്രാഥമിക പരിശോധനയിൽ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഡോക്ടർ അദ്ദേഹത്തിന് ECG എടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ECGക്ക് അടുത്ത് കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അതിനുശേഷം രക്തം പരിശോധനയ്ക്ക് നൽകുകയായിരുന്നു. രക്തപരിശോധനയിലാണ് ചെറുതായിട്ട് ഒരു ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട് എന്നുള്ളൊരു രീതിയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് എന്തായാലും ഡോക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് സാധ്യതയുള്ളത്. കാരണം ഹൃദയ സംബന്ധമായ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് അത് കൂടുതൽ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലായതുകൊണ്ടാണ് ECG പരിശോധന നടത്തിയത്. അതിനുശേഷം ECG പരിശോധനയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുതരമായിട്ടൊരു പ്രശ്നമാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരിൽ നിന്നൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് സാധ്യത. ശരി അക്ഷയ.